അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം വെറുതെ പറഞ്ഞിട്ട് പോയതല്ല. പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. 7 കോടി രൂപയുടെ അഴിമതിയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെ, കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരുടെ പേര് ഇതെല്ലാം വന്നിരിക്കുന്നു. സീറ്റ് വിൽപ്പനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് സീറ്റുകൾ ലേലം ചെയ്യുന്ന ഒരു കച്ചവട സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം കച്ചവടം നടന്നതായും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരായ ചില ആൾക്കാരുടെ പേരുകൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. 7 കോടി രൂപയുടെ അഴിമതി എന്നെല്ലാം പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. വെറുതെ പ്രസ്താവന നടത്തിയിട്ട് പോയതല്ലോ ചെയ്തത്. പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഡൽഹിയിൽ എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് സീറ്റിന് വിലപേശി ലേലം വിളിക്കുന്ന ജോലിയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർക്കിപ്പോൾ ഉള്ളത്. ഒരു മുൻ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവാണ് തെളിവടക്കം ഹാജരാക്കിക്കൊണ്ട് പരാതിയിൽ പേരടക്കം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ പോലും വഞ്ചിക്കുന്ന ഇവർക്ക് എങ്ങനെ നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയിപ്പോൾ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് മിനിമം ലേലം വിളിയിൽ എങ്ങനെയാണ്, എത്ര കോടിയാണ് ശേഖരിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം സംശയമുണ്ട്. അത് അവർ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.